ഗോവയിൽ നിന്ന് ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ്, ഷോക്കിംഗ്. എന്താണെന്നറിയില്ല. ഐ ഡോണ്ട് നോ. അഖിൽ, നീ വന്ന ഗേറ്റ് തുറക്കരുതെന്ന് പറഞ്ഞത് ഞാനായിരുന്നു. നീ ഒരാഴ്ച എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് പറയേണ്ട പ്രായമല്ല നിനക്ക്. കഴിഞ്ഞ 26 കൊല്ലം നീയായിട്ട് ജീവിച്ചിട്ടില്ല. ഇന്നെൻ്റെ സേവിങ്സ് ബ്രേക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ നീയാണ് ഉണ്ടാക്കിയത്. ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്വാളിറ്റിയും നിൻ്റെ അടുത്തില്ല. നിനക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്ന് ബിസിനസ്സിൽ എന്നെ സഹായിച്ച് എൻ്റെ പ്രഷർ കുറച്ച് കുറയ്ക്കുമെന്ന് കരുതി. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാക്കി നീ എൻ്റെ പ്രഷർ കൂട്ടുകയാണ്. 4 കൊല്ലമായിട്ട് ഈ കമ്പനിയിൽ നീ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഞാൻ നിനക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. സോ ഇനി നിൻ്റെ ജീവിതം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ജീവിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടി നീ അറിഞ്ഞിരിക്കണം. നിൻ്റെ കയ്യിൽ പേഴ്സ് ഉണ്ടാവാം, പക്ഷെ അതിൽ പണം ഉണ്ടാവില്ല. ATM കാർഡ് ഉണ്ടാവാം, പക്ഷെ ബാലൻസ് ഉണ്ടാവില്ല. കാരണം നീ ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ വായിച്ചതിന് ശേഷം ആ കാറിൻ്റെ താക്കോൽ നീ വാച്ച്മാൻ്റെ അടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ UK നിന്ന് വരുമ്പോൾ നീ വീട്ടിൽ ഉണ്ടാവില്ലെന്നുള്ള കാര്യവും എനിക്കറിയാം. പ്ലീസ് ഡു ഇറ്റ്. ഇതുപോലൊരു ജീവിതം എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു പേരാണ് സുമൻ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. സുമൻ, നീ ഉണ്ടടാ എനിക്ക്. മച്ചാനെ, നിന്നെ ഞാനിപ്പോ വിളിക്കാൻ ഇരുന്നേ ഉള്ളൂ. അപ്പോഴാണ് നീ വിളിച്ചത്. എന്താ? ഞാൻ, ഹർഷ, റീതു എല്ലാരും US-ലേക്ക് പോകാൻ പോവാ. വിസ കിട്ടാൻ 15 ദിവസം വൈകുന്നാണ് വിചാരിച്ചത്. ഇന്നലെ തന്നെ കിട്ടിയെന്ന്. അത് വീട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായത്. എനിക്കറിയാകില്ലേ ഇതറിഞ്ഞാ നീ എത്രത്തോളം സന്തോഷിക്കുന്ന കാര്യം അല്ലേടാ. അതുപോലെ നീ എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താണത്? എന്താന്ന് പറയണ? ഒന്നുമില്ലടാ, എല്ലാവരും വീട്ടിലേക്ക് സേഫായി എത്തിയെന്ന് അറിയണമെന്ന് തോന്നി. എടാ, ഞങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ നിനക്ക്. മിസ്സിയോടെ മച്ചു. ബൈ. ടേക്ക് കെയർ. ലാവണ്യ, ഹലോ. ഹലോ ദേവദാസ്, സുഖം തന്നെയല്ലേ? എന്താന്നറിയില്ല അഖിൽ, നീ പോയത് മുതൽ എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നുക. ഞാൻ അതും ആലോചിച്ച് ബാംഗ്ലൂർ വരെ എത്തി. നീ എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് അറിയണ്ട. ഇനി 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് നിന്നെ കാണണം. ഫൈനലി. എടോ ദേവദാസ്, എന്തിനാ മോന്തയും വിറപ്പിച്ചിരിക്കുന്നെ? വെൻ ലാവണ്യ ഐസ് ഹിയർ, നോ ഫിയർ. നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തത് ഒരു ആക്സിഡന്റ് ആയിരിക്കാം, പക്ഷെ അതിന്റെ പേർപ്പസ് വേറെ ആയിരിക്കാം. അന്ന് ഞാൻ റോഡിലായിരുന്നു, ഇപ്പൊ ദേ നീയും. ലൊക്കേഷൻ ചേഞ്ച്, പക്ഷെ സെയിം സിറ്റുവേഷൻ. ഈ ഫ്ലാറ്റില് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനമ്മയും US-ലാ. നിന്റെ അച്ഛനും അമ്മയും വരുന്നത് വരെ നിനക്ക് ഇവിടെ താമസിക്കാലോ. ഇതാ, ദിസ് ഇസ് ഫോർ യു. ചിയേഴ്സ്. ഹേ, വെയിറ്റ്. ഇവിടെ വേണ്ട, എന്റെ ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്. വാ കാണിക്കാം. അഖിൽ, എന്റെ ലൈഫിൽ വല്ലാതെ ബോറടിച്ചപ്പോ ഞാൻ ഒരുത്തി മാത്രം ഇവിടെ വന്ന് വെള്ളം അടിച്ച് എന്നെ കുറിച്ച് മാത്രം സംസാരിച്ചോണ്ട് പഴയ സോങ്സും കേട്ടോണ്ട് ഇവിടെ തന്നെ വന്നങ്ങ് ഇരുന്നോളൂ. നീ വന്നതിന് ശേഷം എല്ലാം നാശായി പോയി. ഹേ കൂൾ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. യു നോ വാട്ട് അഖിൽ, നീ എന്റെ ലൈഫിൽ വന്നതിന് ശേഷം ഐ ഫീൽ സോ ഗുഡ്, അറിയോ? സോ നിന്റെ ഫാമിലിയെ കുറിച്ച് പറ. എനിക്കെന്റെ ലൈഫിലുള്ളത് എന്റെ അച്ഛൻ മാത്രമാണ്. മോം?
അമ്മയുണ്ട്, പക്ഷെ ഫോട്ടോയില്ല. ഓ ഗോഡ്, ഐ എം സോ സോറി അഖിൽ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ലവ്, നിന്റെ അച്ഛനമ്മ യുഎസിലാണല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഉണ്ടാവുമല്ലോ നിന്നെ പോലെ റോഡിൽ വന്ന് നിൽക്കുന്നവര്. അവർക്കൊക്കെ ഷെൽട്ടർ കൊടുത്തോണ്ടേയിരിക്കും. ഓഹോ. ഹേ, ഞാൻ വീണ്ടും തമാശ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും എന്താന്നറിയോ, ചെറുപ്പം മുതലേ എനിക്ക് സിനിമ എന്ന് പറഞ്ഞ ഭ്രാന്താ. ഫിലിം ഡയറക്ട് ചെയ്യണം എന്നുള്ളത് എന്റെ ലൈഫ് ടൈം ആംബിഷനാ. അച്ഛനും അമ്മയ്ക്ക് താല്പര്യമില്ല, ബട്ട് വാട്ട് ടു ഡു. ലാവണ്യക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ ചെയ്യുള്ളൂ. ഐ വോണ്ട് ടു ബി എ ഫിലിം ഡയറക്ടർ. ഒരു ചെറിയ പടം ചെയ്ത് ഒരു വലിയ ഡയറക്ടറായി തീരാന്നുള്ളതാണ് എന്റെ സ്വപ്നം. നീ അടിപൊളി ഒരു വലിയ ഡയറക്ടർ. That's so sweet of you. ഇത് നിനക്ക് എങ്ങനെയാടാ പറ്റുന്നത്? ഇത്ര പെട്ടെന്ന് എന്റെ ലൈഫിന് തന്നെ ഡയറക്ഷൻ തന്നത് നീയാണ്. അപ്പൊ പിന്നെ നീ ഡയറക്ടർ ആകാണ്ടിരിക്കുവോ? ശരി, ഞാൻ എഴുതിയ കഥ കേൾക്കുന്നോ? ഓക്കെ. ഓപ്പൺ ചെയ്താൽ ലാവണ്യ, ആ രണ്ട് തുണിയുടെ ഇടയിൽ കൂടെ ഞാൻ വരട്ടെ. ലാവണ്യ, ലാവ്, ജൽദി ഉട്ടാവോ. എഴുന്നേറ്റ് വന്നതാ ഇവിടെ ഒരു ഉമ്മതാ. മേരേ ജാൻ, വേഗം എഴുന്നേക്ക്. ലാവോ. എടാ തടിയാ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്റെ പൊന്നെ, ചേട്ടന്റെ മുഖത്ത് തല്ലിയപ്പോ എന്റെ മോളുടെ കൈ വേദനിച്ചോ? ഞാനാണ് നിന്നെ കെട്ടാൻ പോണ പയ്യൻ. കൃത്യസമയത്ത് തന്നെ ഞാൻ നിന്നെ വന്ന് കണ്ടു. പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് നിന്നെ പൊക്കിയെടുത്തോണ്ടങ്ങ് പോയാ പിന്നെ എന്റെ ഗതി എന്താകും മുത്തേ? എടാ, എന്തിനാടാ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ എന്നാ പറഞ്ഞ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ളത്? നിനക്കും എനിക്കും എങ്ങനെയാടാ മാച്ച് ആവുന്നത്? എന്റെ പൊന്നെ, പ്രേമത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് സത്യം തന്നെയാ. പ്രേമത്തെ കുറിച്ച് അറിയാനേ എന്നെ പ്രേമിക്കുന്ന നിന്റെ കണ്ണിലുണ്ടല്ലോ നല്ല തിളക്കത്തോടെ ദീപാവലിക്ക് കത്തിക്കുന്ന പൂത്തിരി പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ തിളങ്ങി നിൽക്കുവല്ലേ എന്റെ മുത്തേ. ഈ തങ്കക്കുടത്തിനെ എനിക്ക് ഒരിക്കലും കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ എവിടെയെങ്കിലും ഞാൻ പോകും 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 പോകും. പൊന്നെ, പാർവതിയുടെയും ജയറാമിന്റെയും നടുക്ക് ദേ കുതിരവട്ടം പപ്പുനെ പോലെ ഒരുത്തൻ. ആരടാ 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 ആരടാ? എന്റെ ഫ്രണ്ടാ. എടാ, നീ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? കുട്ടികള് കുട്ടികളുടെ സ്ഥാനത്ത് വേണ്ടി നിൽക്കാൻ. ചെല്, പോയി ജോഗിങ് ചെയ്യാം. പോ. അഖിൽ, കം ലെറ്റ്സ് ഗോ. ക്യൂട്ട് ബോയ്. ഇപ്പൊ അവൻ എങ്ങനെയാ ദേഷ്യം പിടിക്കുന്നെന്ന് നോക്കിക്കോ. I am not dummy. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ നിന്റെ കൂടെ ഒരുത്തർ ഉണ്ടായിരുന്നല്ലോ, അവൻ ആരാണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. പറയില്ലല്ലോ. വഴിവിട മാട്ടെ, നീ എന്നാ പണ്ണുവേ? വഴിവിട മാട്ടെ പൊന്നേ, ബുള്ളി പൊന്നേ. അങ്ങനെ ടെൻഷൻ തീർന്നു. ബുള്ളി, കാല് നൊന്തോ? അവൻ ആരാന്നല്ലേ നിനക്ക് അറിയണ്ടേ? അവൻ എന്റെ അമ്മയുടെ, ചേച്ചിയുടെ, ചേട്ടന്റെ, അനിയന്റെ, ഭാര്യയുടെ അനിയന്റെ മോനാണ്.
അളിയാ, എന്തുവാടേ? ഞാനൊരു ലിസ്റ്റ് അയക്കാം. വാ. അത് നീ ലിങ്ക് ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ. ഒന്ന് കൂട്ടി രണ്ടെണ്ണം കുറച്ച് എല്ലാം കൂടി കഴിയുമ്പോ അവസാനം കട്ട് ജീൻസ് ആയിട്ട് മാറിക്കോളും. മനസ്സിലായോടെ? എന്താടാ കട്ട് ജീൻസോ? എന്തെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയടാ മരമണ്ട. എടാ ചെറിയച്ഛന്റെയും വലിയച്ഛന്റെയും മക്കളെ പോലെ ആവുകടേ. എനിക്ക് മനസ്സിലായല്ലയോ, മനസ്സിലായി. എന്റെ പൊന്ന് തനി തങ്കോണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളുടെ ഭാഗത്ത് നിന്ന് ഒറ്റ പ്രശ്നമുള്ളൂ, ഷോക്കിന് മേലെ ഷോക്ക്, ഷോക്കിന് മേലെ ഷോക്ക്. അവൾ അപ്പപ്പ തന്നോണ്ടിരിക്കുക, അത് ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചോണ്ടിരിക്കുക. എന്തായാലും നാളെ തൊട്ടൊരു ചെറിയ പേനാക്കത്തി കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. അവക്ക് നന്നായിട്ട് ബോള് കിക്ക് ചെയ്ത് കേറ്റാൻ അറിയാം. ആ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ കാപ്പി കുടിക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ തന്നെ ഷുഗർ ഉണ്ട്. ഇനി ഗ്യാസ് കൂടി കേറ്റാൻ എനിക്ക് വയ്യ. വരട്ടെ, ബൈ. ഈശ്വരാ കാത്തോളണേ. ഓ ഷിറ്റ്, ലേറ്റ് ആയി. അഖിൽ, ഇന്ന് ഇൻഡസ്ട്രിയിലെ വലിയൊരു പ്രൊഡ്യൂസർ ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. എത്ര വലിയ ആളാണെങ്കിലും എന്താ, പോകുന്നതാരാ? ഞാനല്ലേ, ഈ ലാവണ്യ. എങ്ങനെങ്കിലും കഥ പറഞ്ഞ് അയാളെ ഇംപ്രസ് ചെയ്ത് വൈകുന്നേരം വന്ന് നിനക്ക് ട്രീറ്റ് തരാം. അത് മാത്രമല്ല, നീ പ്രായം തികഞ്ഞ ഒരു ചെക്കനല്ലേ, വീട്ടിലിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യല്ലേ. ചീത്തപ്പേര് എനിക്കാ കിട്ടുക. ആ പിന്നെ അടുത്ത് തന്നെ ഒരു കോഫി ഡേ ഉണ്ട്. നല്ല നല്ല ചരക്കുകളൊക്കെ വരും. മൈൻഡ് റീഫ്രഷ് ആക്കി നല്ലോണം റെസ്റ്റ് എടുക്ക്. ഓക്കെ? അവിടെയല്ല, വീട്ടില്. വൈകുന്നേരം വന്നിട്ട് നിന്നെ പുറത്തു കൊണ്ടുപോവാം. ടേക്ക് കെയർ അഖിൽ. ഓക്കെ ബൈ. ഒന്ന് നോക്കിക്കോണേ. ഏ ഇഡിയറ്റ്, വിഷ് ചെയ്യാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ? ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. എന്റെ പേര് ലാവണ്യ എന്നാ സർ. നിങ്ങളുടെ മാനേജറോട് ഞാൻ സംസാരിച്ചിരുന്നു. സാറ് വന്നോന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. സ്ക്രിപ്റ്റിന്റെ റേഷൻ കൊടുക്കാന്ന് കരുതി. സ്ക്രിപ്റ്റാ? വേറെ എന്തെങ്കിലും നടക്കുമെന്ന് ആലോചിക്കുമ്പോഴേ അവള് സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വരൂ കുട്ടി, ഇവിടെ ഇരിക്കൂ. താങ്ക് യു സർ. എന്താണാവോ കഥ? വെരി ഇൻട്രസ്റ്റിംഗ് കഥയാണ് സർ. നമ്മുടെ ഗാന്ധിജിയെ കുറിച്ചാ. ഓ, നമ്മുടെ ഗാന്ധിജിനെ കുറിച്ചാണല്ലേ? അതെ അതെ. ഇപ്പൊ തന്നെ മനസ്സിലായി നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ് ആയിരിക്കും. താങ്ക് യു സർ. എന്ത് കുന്തം കഥ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടുന്നേ. ആ കഥ എന്താന്ന് വെച്ചാ പറ. സർ ഓക്കെ സർ. കഥ ഓപ്പൺ ആവുമ്പോ തന്നെ ട്രെയിൻ. അണ്ണ തെറ്റായി പോകണം, ഞാൻ പോവാം. ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, കഥയുടെ കാര്യം പറഞ്ഞതാ. ഒരു മിനിറ്റ്. ഓക്കെ സർ. ഹലോ ഡാ ചരക്ക, പുതിയ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു ഡോള് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിരുന്നില്ലേ? അതങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. എനിക്കൊരു പുതിയ ഡോള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതൊന്നുമില്ലെന്നേ, എന്റെ ഭാര്യക്ക് പുതിയ ഡോള് വാങ്ങിച്ചോണ്ട് വരുന്ന ഇഷ്ടമല്ല. അവള് നാട്ടിൽ പോവാൻ കാത്തിരിക്കും. അവള് പോയതിനു ശേഷം ഞാൻ പുതിയൊരു ഡോള് വാങ്ങിച്ചു വെക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ സർ. എന്നാ കഥ പറഞ്ഞു. ഓക്കെ സർ. സർ, അതേ കഥ ഓപ്പൺ ചെയ്യുമ്പോഴേ ട്രെയിൻ സ്ലോ മോഷനിൽ വന്ന് പതുക്കെ നിർത്തുന്നു. ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ? ക്ലൈമാക്സിൽ ഗോഡ്സെ ഷൂട്ട് ചെയ്ത് കളയും സർ. അതാണ് സർ കഥ. സർ സർ കഥ കഴിഞ്ഞോ സർ? ഇത്രയും പെട്ടെന്ന് കഥ കഴിഞ്ഞോ? നല്ല അടിപൊളി കഥയായിരുന്നു കേട്ടോ. ഓക്കെ സർ. എടാ ചക്ക, അതിങ്ങനെ എടുത്തോണ്ട് വന്നേ, വേഗാവട്ടെ. ഓ മൈ ഗോഡ്. ദേ നോക്കൂ കുട്ടി, ഇതെന്റെ സെന്റിമെന്റ് ആയിട്ടുള്ള വടിവാളാണ്. നീ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട, പക്ഷേ ഈ പടത്തിലുണ്ടല്ലോ ഹീറോ ഈ വടിവാളം കൊണ്ട് വില്ലന്മാരെ ഓടിച്ചിട്ട് വെട്ടണം. പിന്നെ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. പിന്നൊരു കാര്യം, കുട്ടി ഒരു കാര്യം ചെയ്യും, നാളെ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേക്ക്. അവിടെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലേ? അങ്ങനല്ല, ഡയറക്ടർ ഭാര്യയെ പോലെയും പ്രൊഡ്യൂസർ ഭർത്താവിനെ പോലെയാണെന്ന് എല്ലാരും പറയാറില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. സമയായി, കുട്ടിയൊന്നും പൊക്കോ, പിന്നെ കാണാം. നാളെ വരാൻ മറക്കല്ലേ? താങ്ക് യു. ദൈവമേ, ഇവിടെ എങ്ങനെയെങ്കിലും എനിക്ക് സെറ്റാക്കി തരണേ.
എക്സ്ക്യൂസ് മീ, യുവർ ബിൽ സർ. യാ. താങ്ക് യു സർ. Excuse me, sir. Your card is not working, sir. Give me 5 minutes, please. Sure, sir. നിന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടാവും, പക്ഷേ അതിൽ പണമുണ്ടാവില്ല. ATM കാർഡുണ്ടാവും, അതിൽ ബാലൻസ് ഉണ്ടാവില്ല. കാരണം നീ ആഗ്രഹിച്ച ലൈഫ് ലീഡ് ചെയ്യാൻ ഇനി എനിക്ക് താല്പര്യമില്ല. നീ പിന്നെ എന്റെ അവസ്ഥ കണ്ട് ചിരിക്കുവാണല്ലേ? ഓക്കെ, നിന്നെ നോക്കി ഞാൻ ചിരിക്കണ്ടെങ്കിൽ ഇതാ ഇത് പിടിക്ക്. വേണ്ട. വാങ്ങിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാങ്ങ്. താങ്ക് യു. അതിരിക്കട്ടെ, നീ പോയ കാര്യം എന്തായി?